പോട്ട് ഞാനെല്ലാമേ പോട്ട് കല്യാണ ചെക്കനുണ്ടാവുകളിൽ വള്ളികളിൽ ഉയലാടു തന്നലേ വിളയാടും നിഴലില്ല വിളയാടും നിഴലാലും നേരമില്ല തെന്നലേ ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമണി ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ മുളങ്കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ 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 കഴിഞ്ഞ പ്രാവശ്യം കൊടൈക്കാലിൽ വന്നപ്പോ നമുക്ക് തൊപ്പി തന്നിട്ടാണ് ഒക്കെ തലയ്ക്ക് മുകളിലുള്ള കാര്യം മാത്രമേ തലയ്ക്കുമീതേ അപ്പൊ എപ്പോഴും ഗോപു താഴേക്കില്ല, ഒക്കെ തലയ്ക്ക് മീതുള്ള കാര്യങ്ങളാണ്. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത് ഒരു എന്ത് തൊപ്പി തന്നെ പറയാ പേരുണ്ട് കൗബോയ് കാപ്പ് തന്നിട്ടാണ് നമ്മളെല്ലാവരും സ്വീകരിച്ചത് പൂക്കൾ. ഇപ്രാവശ്യം നമുക്ക് ഒരു കുട തന്നിട്ടാണ് നന്ദിലത് ജിമാർട്ട്. നന്ദിലത് ജിമാർട്ട് ഗോപു നന്ദിലത് ജിമാർട്ട് ഗോപു നന്ദിലത് ഇനി ഗോപു എല്ലാവർക്കും ഒന്ന് കൊടുക്കാന്ന് എനിക്ക് തോന്നേ. ഓക്കെ, എല്ലാവർക്കും കൊട എടുത്താൽ കൊട പിടിച്ചു നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലേക്ക് കൊട വരും. അടിപൊളി കൊട കേട്ടാ, അതും റെഡ്. എടാ റെഡ് എന്ന് ഉദ്ദേശിക്കുമ്പോ നീ എന്ത് ഉദ്ദേശിച്ചത്? എന്താ പച്ചയാവാത്ത, എന്താ മഞ്ഞയാവാത്ത? റെഡ് കൊടയാണ്. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ അടയാളമാണ് ചുവപ്പ് കേട്ടാ. അതിമനോഹരമായ വീഡിയോ എടുക്കട്ടാ ജോസേ. എല്ലാവരും നിർത്തി പിടിച്ചേക്കും. ഇതാ ആദ്യം തന്നെ എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാവരും വരിവരായിട്ട് വരൂ പ്ലീസ്. കം കം കം. ഗോപിയോട് നിൽക്ക. ഗോപി ഇങ്ങോട്ട് തന്നെ പ്ലീസ്. കം ടു ലൈറ്റ്. കം ടു ലൈറ്റ്. യെസ്, രണ്ടുപേരും നിൽക്കട്ടെ. രണ്ടുപേരും കുർബാന സ്വീകരിക്കാൻ പറ്റും. ഫ്രണ്ട്സ് അപ്പുറത്തേക്ക്, ഫ്രണ്ട്സ് അവിടെ നിന്ന് കൊടുക്ക്. യെസ്, കവർ തുറന്നു കൊടുക്കണ. ചുവപ്പ് കളർ കണ്ടാ തുറക്കാൻ വേണ്ടത്. വേണ്ട
ഇനി നിങ്ങൾക്കിത് കൊടയ്ക്ക് മാത്രമല്ല വേണ്ടി വന്ന അല്ല നിലത്ത് കുത്താൻ എല്ലാവരും കുത്താനല്ല, അതായത് വയ്യാണ്ടാവുമ്പോ ഒരു കുത്തി പിടിച്ച് നടക്കാനും ഇത് ഉപകരിക്കും. ഇവിടെ ഫോട്ടോ എടുത്ത് പിടിച്ചിട്ടൊരു ഫോട്ടോ സെഷൻ ഉണ്ട്. എന്തുട്ട് പറ്റത്ത് പിടി പിടി കുട കുട മഴ മഴ പറ മഴ 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 കുട കുട നന്ദിലത്ത് കുട ജീവാത്ത് കുട കുടയാണ്, കളറ് ചോപ്പാണ്, മന്ദിലത്ത് ചോപ്പ് നമുക്കൊന്നും ഇഷ്ടമില്ലാട്ടാ. അപ്പൊ ഗോപുവിന്റെ സഹപാഠികളുടെ കുടുംബങ്ങളും ഗോപുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആനന്ദമാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഈ സൗഹൃദങ്ങളും കൂട്ടായ്മകളും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയെടുക്കുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഈ ദേശം മുഴുവൻ ഇത്ര മനോഹരമായി അലങ്കരിച്ചതും നമുക്ക് ഈ ഒരു വരവിന് വേണ്ടി മാത്രമാണ്. അതാണ് നമ്മുടെ സഹപാഠി നമുക്ക് നൽകുന്ന സ്നേഹ സമ്മാനം. എല്ലാവരും കിട്ടണേ. ഈ വാഗമണ്ണിലത്തെ സന്നിച്ചായൻ അപ്പൊ കൊറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഗോപു ഞാൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഒറ്റ ഫോൺ കോൾ മതി ബാക്കി എല്ലാ കാര്യങ്ങളും. ഞാൻ ഗോപു ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റു കൊടാനുകൂടി കിട്ടുന്നതിനേക്കാൾ ഇത്രയും നമുക്ക് വിശ്വസ്തതയുള്ള, നമുക്ക് അത്രയും അടുപ്പമുള്ള ഒരൊറ്റ മനുഷ്യന് കിട്ടിയാൽ മതി നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും. അപ്പോ സന്നിച്ചായൻ നമ്മുടെ ഇതിപ്പോ നിങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം ഗോപുവിന്റെ ഒരു ഫോൺ കോളിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്തത് ഗോപു എന്ന് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഈ കൊടൈക്കനാലിൽ ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഇതേപോലെ ട്രിപ്പ് അറേഞ്ച് ചെയ്തു. അന്ന് എല്ലാവരും ബാച്ചിലേഴ്സ് ആയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ ഫാമിലി ആയിട്ട് വന്നെന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും വാഗമണ്ണിൽ ഇങ്ങനെ എത്തിച്ചേരാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാനും നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ട് പഴയ സുഹൃത്ത് ബന്ധം പുലർത്തുവാനും സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് അച്ഛനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം അച്ഛൻ ഇതിനു വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അച്ഛൻ, ഫ്രാൻസിസ്, ജോസ്, പോൾസൻ, ഒരുവിധം ടീം എല്ലാവരും ഇതിനു വേണ്ടി കുറേ ദിവസങ്ങളായി വാഗമൺ ട്രിപ്പിന് വേണ്ടി ഇങ്ങനെ വളരെ എന്താ പറയുക ഓരോ ഓർഗനൈസ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും 27-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്ന് എനിക്ക് നല്ലൊരു തിരക്കുള്ള ദിവസമാണ്, ഞാൻ പരസ്യം കൊടുത്ത ദിവസമാണ്. എന്നിരുന്നാലും അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ദിവസം പങ്കുചേരാനും എല്ലാത്തിനും നിങ്ങളോടൊപ്പം നിങ്ങളുടെ സുഹൃത്ത്, പഴയകാല ബന്ധം ഓർക്കാൻ വേണ്ടി ഇന്നിവിടെ നമ്മൾ കൂടിച്ചേരാണ്. ഇന്നിവിടെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച എൻ്റെ ക്ലോസ് ഫ്രണ്ടായ സണ്ണിച്ചായൻ ഇവിടെ വന്നിട്ടുണ്ട്. സണ്ണിച്ചായനാണ് ഇതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. സണ്ണിച്ചായന് ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ ജോയ് അഡ്മിൻ, അവിടെ ജോയിയുടെ ജോയി അഡ്മിൻ ഉണ്ട്. അതേപോലെ തന്നെ സുനി എവിടെ? സുനി, അതേപോലെ എന്റെ വരുമാൻ പൊന്നു എവിടെ? ഇവരൊക്കെ ഇതിനു വേണ്ടി കുറെ നാളുകളായിട്ട് ഇവിടെ കഷ്ടപ്പെട്ടു. കാരണം ഇവിടെ ക്ലീനിങ് കാര്യങ്ങളും എല്ലാ ഇതിനു വേണ്ടിയിട്ട് എല്ലാത്തിനും ഇവരൊക്കെയാണ് ഒത്തുചേർന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്തായാലും സർവീസിനോട് നമ്മൾ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഇതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് വരാൻ സ്നേഹപൂർവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാക്ക് തന്ന ഒരാളാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന മജീഷ്യൻ സാമ്രാജ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനും സാമ്രാജിനും പ്രത്യേകിച്ച് നന്ദി പറയും. സോറി കേട്ടോ, ഞാൻ ഇത് വിട്ടുപോയതല്ല, ഞാൻ കണ്ടില്ല കേട്ടോ. സോറി കേട്ടോ. എന്തായാലും ഒരു പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നന്ദി പറയാണ്. ഞങ്ങളുടെ ചെറിയ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യത്തിലും നമ്മളോട് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു മിനിറ്റ് നമ്മൾ മൈക്ക് കൊടുക്കാൻ. താങ്ക് യു. സന്തോഷം. തുടങ്ങാം, നമുക്ക് ആരംഭിക്കാം. എന്താ അത് പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ അതിന്റെ ചടങ്ങിലൂടെ ആകാം. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? എന്തെങ്കിലും കാണുമല്ലോ ഇല്ല അച്ഛാ? അപ്പൊ അച്ഛന്റെ പരിപാടി മാത്രമേ ഉള്ളൂ അതോ? അയ്യോ, അപ്പോ അതിനിടയ്ക്ക് അങ്ങ് പറഞ്ഞാ പോരെ അല്ലേ?
സന്തോഷം. അല്ല അങ്ങനല്ല, അയ്യോ അങ്ങനെ എന്റെ മാത്രമേ ഉള്ളൂ. ആദ്യം തുടങ്ങിക്കൊള്ളുക നമ്മുടെ സ്കൂളില്, പതുക്കെ പതുക്കെ തുടങ്ങുക. ഇതിനിടയ്ക്ക് ഞാൻ വന്നോളാം. കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെയാണ് ഇന്ന് നമുക്ക് വേണ്ടി മാത്രം എത്രയോ ദൂരത്തുനിന്ന് യാത്ര ചെയ്ത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ എത്രമാത്രം മറ്റുള്ളവർ വിലമതിക്കുന്നു എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഇവിടെ മാജിക് ആരംഭിക്കാൻ പോവുകയാണ്. സോ the only and one magician, Samraj, Guinness World Record. Samraj is on stage. റെഡിയല്ലേ എല്ലാരും? എന്താ ഇങ്ങനൊക്കെ? തുടങ്ങട്ടെ. സത്യത്തില് തരകൻ സ്കൂളിലെ അവിടുത്തെ SLC 78ാം ബാച്ച് അല്ലേ, 70ലെ ബാച്ചിലെ കുട്ടികളെ എല്ലാവരും ഇല്ല ഇവിടെ ഉണ്ട്. ഇത്തിരി സന്തോഷമുണ്ട്, അതുപോലെ ദുഃഖമുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് ഇന്നിപ്പോഴ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളുള്ളവരടുത്തും വളരെ ചുരുക്കമാണ്. അത് കാരണം എല്ലാവരും പ്രായമായി, എല്ലാവരും അവർ കുട്ടികളിലേക്കും കൊച്ചുകുട്ടികളിലേക്കും എല്ലാം ഒതുങ്ങി പ്രാരാബ്ദങ്ങളും ബഹളങ്ങളുമായിട്ട് എല്ലാം ഒതുങ്ങി നിൽക്കുക. അല്ല എല്ലാവർക്കും അല്ല, താങ്കളെ കണ്ടാലേ അറിയാം അങ്ങനെ പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷെ അതല്ല, പക്ഷെ പലർക്കും, നിങ്ങൾ പലരോടും വിളിച്ചു നോക്കി, ഇതിൽ തന്നെ പലരും പറയാം എന്തിനേ എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ ഇതിൽ 2 or 3 പേർ താല്പര്യം എടുത്ത് അവരെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോഴാണ് അവർക്ക് സന്തോഷം. എന്താ, കാരണം എല്ലാവരും അവരിലേക്ക് ഒതുങ്ങുകയാണ്. ആരുടെയും കുഴപ്പമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഒരു ചേഞ്ചാണ്. പിന്നെ ഇതില് ഞാൻ ഇവിടെ വരാനുണ്ടായൊരു കാരണമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും മിസ്റ്റർ ഗോപുവും അച്ഛനോട് ഒന്ന് മീറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ കേട്ടു, എന്നോട് മീറ്റ് വെച്ച് പറയാണ് ഇതുപോലെ ഞങ്ങൾ 27ാം തീയതി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആണോ, എവിടെ? അന്നേരം അച്ഛൻ ചോദിച്ചു സംരക്ഷ വരുന്നുണ്ടോ? ഒറ്റ ചോദ്യം. ഞാൻ പറഞ്ഞു എന്താ? ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ശരി, ഡേറ്റ് ഫിക്സ് ചെയ്തു. കഴിഞ്ഞ ദിവസം എന്നെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് സാമ്രാജേ എന്താ സംഭവിച്ചെന്നറിയത്തില്ല, കുഴപ്പമില്ല കേട്ടോ, വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അച്ഛാ, എൻ്റെ മനസ്സ് ഒരു പ്രോഗ്രാം ആ ദിവസം വന്നു, അത് ഞാൻ വിട്ടേച്ച് ഞാൻ കാത്തിരിക്കുകയാണ്. മാത്രമല്ല എനിക്ക് വരണം, കാണണം. 2 കാരണങ്ങളാണ്. 2 വ്യക്തികൾ, നിങ്ങളെല്ലാവരെയും എനിക്ക് പരിചയമില്ല, ഇതിൽ 2 വ്യക്തികളെ എനിക്കറിയാം. ഒന്ന് അച്ഛനെ പരിചയപ്പെടുത്തുന്നു. ഈ അച്ഛൻ എനിക്കൊരു മാതൃകയാണ്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, ലോകം മുഴുക്കെ എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെ എല്ലാം അറിയാവുന്ന അച്ഛനാണിത്. ഞാൻ അദ്ദേഹത്തെ കണ്ടൊരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും അച്ഛനോട് പറയും, ഉള്ള തലവേദന എല്ലാം തലയിലുണ്ട് ആണല്ലോ. ഒന്നാമത് അദ്ദേഹത്തിന്റെ ഒരു അവയവം തന്നെ ദാനം ചെയ്തതാണ്. അപ്പൊ നമ്മളെല്ലാം ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ പലരൊക്കെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം പറയും അയ്യോ വേണ്ടായിരുന്നു അവിടെ വേദന ഇങ്ങനെ. ഇന്ന് ഒരു അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതങ്ങനെ. പിന്നെ അടുത്തത്, അതിനുശേഷം കിഡ്നി ഫെഡറേഷൻ അതിന്റെ ചെയർമാനാണ്. എന്തുമാത്രം കോൾസാ വന്നോണ്ടിരിക്കുന്നത് അല്ലേ? എവിടുന്നെല്ലാം കോൾസ്, അത് ഇതെല്ലാം പരിഹരിക്കണം. ഇത് പരിഹരിച്ചില്ലെങ്കിൽ അവർ ഇഷ്ടമില്ലായ്മ, അവർക്ക് ദേഷ്യം, വിഷമങ്ങളൊക്കെ കാണണം. ഇതെല്ലാം ദിവസങ്ങൾ എത്രമാത്രം പോകും. പിന്നെ അതിനുശേഷം ഇപ്പം അതുകൂടാതെ ക്യാൻസർ കെയർ തുടങ്ങിയിട്ടുണ്ട്, ക്യാൻസർ വിഭാഗത്തിൽ ബന്ധപ്പെട്ട്. അതിനുശേഷം ക്ലോത്ത് ബാങ്ക് അല്ലേ, അത്
ഇതെന്താ ഇങ്ങനെ ഏതാ അതുകൊണ്ടോ? All for suicidal tendency persons, those who are in depression. ആണോ? Called immediately all over world. Care card. അത് ഞാൻ കേട്ടിരുന്നു, പക്ഷെ എനിക്ക് അത്രയും ഇദ്ദേഹത്തിന്റെ മിലിറ്ററിയുടെ അത്രയും എനിക്ക് പറയാൻ അറിയത്തില്ല. മനസ്സിലായി ഇത്. പിന്നെ അടുത്തത് ഇപ്പം വേറൊരു സംഭവം തുടങ്ങാൻ പോകുന്നു, അവയർനെസ് പ്രോഗ്രാം, മദ്യത്തിനും മയക്കിനും എതിരെയുള്ള ഒരു സംഭവം. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്ങനെ ഇദ്ദേഹത്തിന് ഇത്രയും സമയം കിട്ടുമെന്നുള്ളതാണ്. സമയം കണ്ടെത്തുകയാണ്. രാത്രി 12 മണി വിളിച്ചാലും സാമ്രാജ്യം ഇങ്ങനൊറ്റ ചിരിയാ. മനസ്സിലായോ? ഇത് ഈ എനർജി എവിടെ നിന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. സമയം അദ്ദേഹത്തിന് നോട്ടം, ക്ഷീണം നോട്ടമല്ല. ഇത് സത്യത്തിൽ എനിക്ക് വലിയൊരു ഊർജമാണ്. ഒരിക്കൽ പോലും വിഷമം കണ്ടിട്ടില്ല, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ ഇവിടെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, ഇത് അദ്ദേഹത്തിന് മാത്രം പറ്റത്തുള്ളൂ. മനസ്സിലൊരു പ്രത്യേകതയാണത്. പറഞ്ഞോ. ഞാൻ സംബന്ധിച്ചുള്ള ഒരു കാര്യം 1975 SLC ബാച്ച് ഓൾ കേരള, ഓൾ ഇന്ത്യ, വേൾഡ് തലത്തിൽ ഞങ്ങളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ചുക്കാൻ അഭിഷേക കൊണ്ടുവന്ന അച്ഛനാണ്. കൂടിയിട്ട് പ്ലാൻ ചെയ്ത് വലിയൊരു പ്രോഗ്രാമിലേക്ക് എടുക്കാം. പ്രോഗ്രാമില്ല, ഒരു അവാർഡ് കൊടുക്കാം. ഇതൊക്കെ ബൈബിളിൽ പറയുന്ന പോലെ ഈ ഇടയൻ നന്നായാൽ കുഞ്ഞാടുകൾ നന്നാവും, ഇല്ലേ ചാ? അല്ലേ? ഇടയന്മാര് ഇവിടെ 1-2 പേര് ഉണ്ട്, ലീഡർഷിപ്പ് എടുക്കുന്നവര്. അതൊക്കെ ശരിയായി കഴിയുമ്പോൾ അതിന് തന്നെ ബാക്കി കുഞ്ഞാടുകളും വന്നോളും. എന്തായാലും അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി അടുത്തത് അച്ഛാ, സന്തോഷം. ഇനി അടുത്തത് മിസ്റ്റർ ഗോപുവിൻ്റെ കാര്യം. അദ്ദേഹത്തെ അന്ന് കുറച്ചു നേരം കണ്ടു. ഇന്നിപ്പോ ഞാൻ ഹോട്ടലിൽ ഇങ്ങനെ ഇരുന്നപ്പം ഒരു പത്രം റിസപ്ഷൻ വന്നപ്പോ ബ്ലാക്ക് ഫ്രൈഡേയോ എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ്? സെയിൽ എന്ന് തന്നെ ആയിരിക്കും ഇല്ലേ? ബ്ലാക്ക് ഫ്രൈഡേ. അപ്പൊ ഞാൻ ഗസ് ചെയ്ത ഇതാണ്, അതൊരു സെയിലിന്റെ ഒരു പേരാണ്. ആമസോൺ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ, വേൾഡ് വൈഡ് ചെയ്യുന്നു. നോക്കിയാ അത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇദ്ദേഹം പിന്നെ അന്ന് എന്നോട് പറഞ്ഞു ഇത്ര ഷോപ്പുകളുണ്ട്, ഇത്ര പ്രസ്ഥാനങ്ങളുണ്ട്, അതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ സാധാരണ ഇങ്ങനെ ഒരാൾ ഇതുപോലെ ചിരിച്ചു കാണത്തില്ല. അവർക്കെല്ലാം പ്രശ്നങ്ങളാണ്. അദ്ദേഹം അന്ന് അവിടെ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളുള്ളത് ഫോൺ, ഹലോ, ഓക്കെ, ഈ ഏസോറിനോ ആൻസറിൽ എല്ലാം ഒതുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം നല്ലൊരു മാനേജരാണ്. കാരണം അതാണ് ശരിക്കും. ഇദ്ദേഹം ഇതെല്ലാം തലവെച്ച് നടക്കുന്നില്ല, അതിനൊക്കെ പ്രത്യേക എല്ലാം അസൈൻ ചെയ്തിരിക്കുകയാണ്. അത് എല്ലാവർക്കും ഉള്ള കഴിവല്ല. ഒരു ചെറിയൊരു മുറുക്കാങ്കട നാട്ടിട്ട് കഴിഞ്ഞാൽ അവര് പിന്നെ ജീവിതം കയറുന്നു. നാളെ ഈ വലിയ സെയിൽ നടക്കാൻ പോകാം എല്ലാ ഷോപ്പിലും, അല്ലേ? എല്ലാ ഷോപ്പിലും ഉണ്ടല്ലേ? ഒരു ടെൻഷൻ ഇല്ലാണ്ടിരിക്കുന്നു നിങ്ങളോടൊപ്പം. ഇതെന്തോ മാതൃകയാ കേട്ടോ. അതെ, ഒത്തിരി സന്തോഷം. ഈ 2 പേരെ എനിക്ക് കൂടുതലായിട്ട് അറിയുള്ളൂ. അവരെ പറ്റി നിങ്ങളുടെയൊക്കെ സത്യത്തിൽ ഭാഗ്യമാണിത്. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികള്, ഞാൻ 77 ബാച്ചാ കേട്ടോ. മാവേലിക്കര സ്കൂളില് 5000-ഓളം സ്കൂൾ, അല്ല 6000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു. അവിടെ കുറെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരു ഗെറ്റ് ടുഗദർ, അതായത് ഈ ഇതിൽ മാത്രമല്ല, SLC മാത്രമല്ല, അല്ലാതെ എല്ലാ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ തിരക്കിയിട്ട് 10-15 പേരെ കിട്ടി. ഒരു വർഷം എത്രയോ പേരെ പഠിച്ചിറങ്ങുന്നത്. എത്രയോ വർഷം പഴക്കമുള്ള സ്കൂളാണ് മാലിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ. അത് കിട്ടുന്നില്ല, ആർക്കും സമയമില്ല. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന് ക്രെഡിറ്റ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ആരൊക്കെയാണെന്നുള്ളത്. 105 പേരുണ്ടായിരുന്നു. അത് ഞങ്ങൾ വിട്ടുപോയ കുറെ പേരുണ്ട്. അതല്ലാതെ ഞങ്ങൾ 77 പേര് ഒരുമിച്ച് കൂടി ഫോട്ടോ എടുത്തു. വിട്ടുപോയവർക്ക് നിങ്ങൾ വളരെ സുഹൃത്തുക്കളായിരുന്നു, വളരെ ആത്മാർത്ഥ ഫ്രണ്ട്സായിരുന്നു. ആ 105 പേര് ഞങ്ങളിവിടെ എത്തിയവർ സാറ് പറഞ്ഞത് ഞങ്ങൾ വളരെ ക്രെഡിറ്റ് ഗോസ് ടു ദം ഓൺലി. ഇതിന്റെ ലീഡർഷിപ്പ് ഉണ്ട് അതില, അല്ലാതെ ഒന്നുമല്ല. അല്ല നിങ്ങൾ നോക്ക്, ഞങ്ങൾ ശ്രമിച്ചതാണ് മാവേലിക്കര, പക്ഷെ ആരും കിട്ടുന്നില്ല, ആർക്കും വേണ്ട. മനസ്സിലായി? ഇത് ബിക്കോസ് ഓഫ് ഇവരുടെ ആ ഇനിഷ്യേറ്റീവ് ആണ്. താല്പര്യം എന്തായാലും നിങ്ങൾ ഓർത്തോടുക. പിന്നെ ഇവരെ മാത്രമായിരിക്കത്തില്ല, മറ്റു പലരും ഇതിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകയാണ്. അവരെയൊന്നും മറന്നു, എനിക്കും ആരെയും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സന്തോഷം, അഭിനന്ദനങ്ങൾ. നമുക്ക് ആരംഭിക്കാം. എന്താ
അപ്പൊ ഞാനിവിടെ വന്നു, നിങ്ങളുടെ ഒരു ഭാഗമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ശരിക്കും അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? മോട്ടിവേഷൻ സ്പീക്ക്. നല്ലൊരു ഇല്ല മോട്ടിവേഷൻ ഒക്കെ സ്പീക്ക്. അപ്പം മദ്യം കഴിക്കരുത്, മയക്കുമരുന്ന് കഴിക്കരുത്, അല്ലെ നല്ല രീതിയിൽ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ് വേണോ അതോ എന്താ വേണ്ട? അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, മാജിക് മതി അല്ലേ? മാജിക് മതി എന്നുള്ളൊരു കൈ ഉയർത്തുക. ഈ പച്ചയില ഒഴിയുമ്പം പഴുത്തേല ചിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ ഇപ്പൊ പറയും. പക്ഷെ നേരെ തിരിച്ചാ, പഴുത്തേല പൊഴിയുമ്പം പച്ചയില നിന്ന് ചിരിക്കും. ഇപ്പൊ തിരിച്ചാ, അപ്പം മറുപടി കിട്ടും ഇല്ലേ? ഒന്നും ഓർക്കണ്ട, നമുക്ക് സർവേശ്വരും കൂടെ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട ഒന്നിനും. ഞാനത് എനിക്ക് ടെൻഷനേ ഇല്ല. പിന്നെ 100% പ്രവർത്തനമുണ്ട്. ഇന്ന് ഗോവേട്ടന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ഓക്കെ, ഗോവേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ കാണപ്പെട്ട ദൈവമാണ്. അതുകൂടെ എടുക്കണേ കേട്ടോ. എന്റെ ആക്ഷൻസ് യെസ് എന്ന് കാണിച്ചേ. എന്ത് രസമായിരിക്കും നോക്കി അല്ലേ? ഇങ്ങനെ വെക്കുക. യെസ്, ഇപ്പോഴാണ് ഉഷാറായത്. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക അല്ലേ? ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം അങ്ങനല്ല, ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയേ. റെഡി? അങ്ങനെ കറക്റ്റ്. റെഡി? 1 2 and 3. എല്ലാവരും ഓർമ്മയുണ്ടെങ്കിൽ അവർ അമ്മമാരുടെ പേരൊന്ന് മനസ്സിൽ കാണുക. ആരോടും പറയണ്ട, അമ്മമാരുടെ പേര് മനസ്സിൽ കാണുക. അത് ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ആൽഫബറ്റ്സ് ഉണ്ട്. ഇംഗ്ലീഷ് ABCDF ലാസ്റ്റ് അക്ഷരം എടുക്കുക. എടുത്തോ, എന്തുമായിക്കോട്ടെ. ഇംഗ്ലീഷിലെ അമ്മയുടെ പേര് എഴുതുക, ലാസ്റ്റ് അക്ഷരം മാത്രം എടുക്കുക. കിട്ടി? എല്ലാം കിട്ടിയല്ലോ. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ പേര് മനസ്സിൽ കാണുക. രാജ്യം കിട്ടിക്കഴിഞ്ഞല്ലോ. കിട്ടി? ഇനി അത് ഇങ്ങനെ എഴുതി വെക്കുക. ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെച്ചതിന് ശേഷം അതിന്റെ ലാസ്റ്റ് അക്ഷരം എടുക്കുക. ആ രാജ്യത്തിന്റെ ലാസ്റ്റ് സ്പെല്ലിംഗ്, അതിലെ അക്ഷരം ആൽഫബറ്റ് എടുക്കുക. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പഴം, ഒരു ഫ്രൂട്ടിന്റെ പേര് മനസ്സിൽ കാണുക. കിട്ടിയോ? ഞാൻ പറയട്ടെ ഏതാണ്? ആപ്പിളാണോ? ആണോ? അത് കിട്ടിയവരെല്ലാം ഒന്നിരുന്നേ. എല്ലാവരും എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കി ആണ് അല്ല, ഞാൻ ഇവരെയൊക്കെ അയ്യോ എന്തെങ്കിലും ആണ് സാറ്. അല്ല, എല്ലാരും അല്ല, 90% ആൾക്കാർ കിട്ടിയല്ലോ. ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആക്കുന്നില്ല. ദിസ് ഇസ് ഇറ്റ്. ഇവർക്ക് അറിയില്ല ഇതെന്താണെന്നുള്ളത്. കണ്ടോ? അറിയാം. റൂബിക് ഇതാണ് ഇതിന്റെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു ടോയ് ആണിത്. മനസ്സിലായി? ഏറ്റവും കൂടുതൽ. ഇതിൽ സോ മെനി കളേഴ്സ്. അതെ, ഓറഞ്ച്, റെഡ്, വൈറ്റ്, ബ്ലൂ, യെല്ലോ, എല്ലാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് ഓരോ കളേഴ്സും വിട്ടിരിക്കുന്ന 1978 SSLC സ്റ്റുഡൻസിന്റെ സ്ഥാനങ്ങളാണ് ഇതെല്ലാം. എല്ലാം വ്യത്യാസങ്ങളുടെ കളറുകളാണ്. അച്ഛനോട് ഞാൻ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ആദ്യമൊക്കെ ഈ ഗ്രൂപ്പിലൊക്കെ വന്നപ്പം അന്ന് ആദ്യ തുടക്കത്തിൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കൊടൈക്കനാലിലെ പ്രോഗ്രാമിന് കഴിച്ച ശേഷം എല്ലാവരും ഒതുങ്ങി അല്ലേ? അദ്ദേഹം ആഗ്രഹിച്ചത് നിങ്ങൾ 78 സ്റ്റുഡൻസ് എല്ലാം ഒറ്റ മനസ്സോടി ഒന്നായി തീരണം എന്നുള്ളതാണ്. ഗോപു അതിനാണ് ആഗ്രഹിച്ചത്. അല്ലെന്നിട്ട് അദ്ദേഹം തിരക്കിൽ ഇങ്ങനെ വന്നിരിക്കുകയില്ല. അപ്പോ നമുക്ക് നോക്കാം, അവരാഗ്രഹിച്ചതാണ്. ഇത് എങ്ങനെ ആവുന്നത് നമുക്ക് നോക്കാം. റെഡി? 1 2 and മനസ്സ് തുറന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. ഇവരെല്ലാം ഒറ്റ മനസ്സോടുകൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ? നോക്കാം.
എല്ലാ വ്യത്യാസങ്ങൾ കളർ പച്ച മഞ്ഞ നീലല്ല. പക്ഷേ ഇതിലൊന്നും ഗോപു ഹാപ്പി അല്ല. കാരണം അദ്ദേഹം മാത്രം കൈയടിച്ചില്ല. കാരണം അദ്ദേഹം ഇതിലൊരു ഗ്രൂപ്പിസം ഉണ്ട്. പച്ച എന്താണെന്ന് നമുക്കറിയാമല്ലോ, വൈറ്റ് എന്താണ്, യെല്ലോ, ഓരോരുത്തർ ഓരോ അർത്ഥങ്ങളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. എല്ലാം ഒറ്റ മനസ്സുകൂടി ആകണം. ഈ വേർകൃത്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇതാണ് ഗോപു ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? എല്ലാവരും ഒറ്റ മനസ്സുകൂടി എന്താ അച്ഛാ പറയുന്നത്? ഒന്നാണ് എന്ന അദ്ദേഹത്തിന്റെ മനസ്സ്. നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് നോക്കാം. ഞാനിങ്ങനെ വെച്ച് Yes, come on, right. Yes, ഇപ്പൊ അദ്ദേഹം കൈയടിക്കേണ്ടോ? ഇതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്, അതാണ് നേടിയത്. ഇതിൽ കൂടുതൽ എന്താണ് പോകുന്നത് അല്ലെ ഈ പ്രായത്തില് അല്ലേ? ഏതായാലും സന്തോഷം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അച്ഛന്റെ പ്രാർത്ഥന, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. നിങ്ങൾ ഒറ്റ മനസ്സോടെ ഇരിക്കുക. താങ്ക് യു. റെഡ് ആൻഡ് വൈറ്റ്, റെഡും വൈറ്റുമാണുള്ളത് അല്ലേ? ആണോ? നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇതില് സുന്ദരിയായ ഒരു സ്ത്രീ ഒന്ന് എഴുന്നേൽക്കുക. ആരാണത്? ഇവിടെ ഉള്ളവർ എഴുന്നേക്കാ പറഞ്ഞേ. എഴുന്നേക്കാം. ഞാൻ നിങ്ങളെ മനസ്സിൽ റെഡി ചെയ്യാൻ ശ്രമിച്ചു നോക്കട്ടെ. 2 കളറാണുള്ളത്. അച്ഛാ നോക്കണം. വിച്ച് വൺ യു പ്രിഫർ, വൈറ്റ് ഓർ റെഡ്? റെഡാണ്. ഒന്നുകൂടി പേരെന്താണ്? റീജ. ഒരു ചാൻസ് കൂടെ തരിക, വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. റെഡ് തന്നെ. വളരെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണമെന്നൊരു ചിന്തിച്ചു, അല്ല പിന്നെ പറയരുത് അയ്യോ വെള്ളം മതിയായിരുന്നു എന്നൊന്നും പറയരുത്. ഏതാണ്? ഒരു കാര്യം ചെയ്യ. പേരെന്താണ്? റീജ. ഇതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയ റീജ. വേഗം വേണം. I choose red. എനിക്കറിയാം റീജ അതേ പറയുള്ളൂ. Because she is under my control now. എന്തുകൊണ്ട് വൈറ്റ് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞില്ല, ചാൻസ് തന്നില്ലേ? അതാണ് നെക്സ്റ്റ് നിങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് അതെ ഇതില് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഐറ്റം. ഇതിൽ നല്ല മനസ്സുള്ള ഒരു എത്ര പേര്? 4 പേരോ 5 പേരോ? 4 പേര്, 5 പേര് വന്നിട്ട് 4 പേര് വന്നിട്ട് വരൂ വരൂ. അഞ്ച് പേരെ വേണ്ടത്. ഒരാളോട് വേണം. 4 പേരും 4 പേരും. അയ്യോ അത് കാണാനായിട്ടാണ് ഒരാൾ ഇരിക്കുന്നത്. അതല്ലോ ഇനി ചെയ്യേണ്ടത്. നിങ്ങള് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. അതാ നോക്കി എന്ത് രസമായിട്ട് അദ്ദേഹം മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ആ കറക്റ്റ് ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾക്കറിയാം. അപ്പോ we are going to do this magic. 2 പേര് ഇങ്ങേ സൈഡും 2 പേര് ഇങ്ങേ സൈഡും വരിക. ഒന്ന് ഉഷാറാകട്ടെ, മുഖമൊക്കെ ഒരു സന്തോഷം വീഡിയോ എടുത്തോണം. ഒരു മാജിക് പഠിപ്പിക്കാൻ പോവാണ്. You do what I ask you to do. ഞാൻ ചെയ്യുന്ന പോലൊക്കെ ചെയ്യണം. Right? ഒന്ന് തുടങ്ങി കാണിച്ച് പറഞ്ഞോ. ഇനി ചെയ്യേണ്ടത് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലത്തോട്ടിരിക്കുക. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്
റൈറ്റ് ലെഫ്റ്റ്. ഒരു കാര്യം ചോദിച്ചു, സത്യം പറയോ, മാജിക് പഠിച്ചിട്ടുണ്ടോ? അത് ആക്ഷൻ കണ്ടോട് ഞാൻ ചോദിച്ചു പോയതാണ്. നല്ല രസമായിട്ട് അത് ചെയ്തു എന്നുള്ള കണ്ടോ. ഒന്നുകൂടെ കുടഞ്ഞു കാണിച്ച്. ഇനി ചെയ്യേണ്ടത് ഇടത് കൈ ഇങ്ങനെ വെക്കുക, വലത് കൈ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക. വെച്ചോ? ഇനി അതിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ മധ്യഭാഗം ഇങ്ങനെ പതുക്കെ മുന്നോട്ട് ഇങ്ങനെ നീക്കുക. അതിങ്ങനെ കമോൺ, റൈറ്റ്, കുറച്ചുകൂടെ. ഇനി എല്ലാവർക്കും ഒരു കത്രിക കൊടുത്തേ. എല്ലാവർക്കും ഒരു കത്രിക കൊടുക്കൂ. ഞാൻ പറയുമ്പോൾ മനസ്സിലെ എല്ലാ ചീത്ത വിചാരങ്ങളും മനസ്സിൽ നിന്ന് മാറ്റി ഇതിനെ കട്ട് ചെയ്തേക്കണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ കേട്ടല്ലോ, മന്ത്രം ചൊല്ലിക്കൊണ്ട് കട്ട് ചെയ്യേ. ഓം ക്രീം. ഇല്ല, ഇനിയും ഒന്നുകൂടി കുറച്ചുകൂടെ കട്ട് ചെയ്യണം. ഓം ക്രീം. ഇനി ഇപ്പോൾ വല്ല കൈ കത്രികയെല്ലാം തിരിച്ചു കൊടുക്കുക. പെരുപ്പ് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? സത്യം, രക്ഷപ്പെട്ടു. ഇനി ചെയ്യേണ്ടത് ഈ ടവലിന്റെ അടിഭാഗത്ത് ഇങ്ങനെ പിടിക്കുക. ഞാൻ പറയുമ്പോൾ 1 2 3 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇത്രയും പെട്ടെന്ന് അത് ആരും കാണാത്ത രീതിയിൽ ഇടത് കയ്യിലേക്ക് ഇങ്ങനെ എടുത്ത് പോയി ആ ജോയിന്റ് ഇടത് കയ്യിലേക്ക് ഇങ്ങനെ വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം അതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് റെഡി 1 2 3. നിങ്ങൾ മന്ത്രം ചൊല്ലിയില്ലായിരുന്നില്ലേ? ഏറ്റവും വലിയ ഓട്ടം അവിടെ. ഞങ്ങളെ വേറെ പഠിപ്പിച്ചു. എന്താണ് പേര്? വിധേയ. ഇതിങ്ങനെ വിധേയമായി പോയി. കാര്യമാക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് മാജിക്കൽ തെറ്റുകളൊക്കെ സംഭവിക്കാം. മന്ത്രം ചൊല്ലിയ തെറ്റിപ്പോയി. പക്ഷെ ഇതാണ് മാജിക്കൽ തെറ്റുകൾക്ക് സ്ഥാനമില്ല. മൈൻഡിന്റെ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും പ്രധാനം. മൈൻഡ് സെറ്റ് നേരത്തെ ഗോപ പറഞ്ഞ എലമെന്റ് ആണ്. മറ്റുള്ളവരെങ്ങനെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടക്കാണ്. അവർക്ക് അവരുടെ മുമ്പിൽ ഒരു ഇമേജ് ഉണ്ടാവണം. അവരുടെ മുമ്പിൽ ഒരു ഇമേജ് ഉണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം? ഇങ്ങനെ ആ കാട്ടിക്കൂടി ഇങ്ങനെ വരുമ്പോ എവിടെ ആയിരിക്കും ആ വീട്? ഇനി ചെറിയ റോഡ് അങ്ങോട്ട് പോകുന്ന നിങ്ങൾ വലിയൊരു കൊട്ടാരം എന്താ പറയാ, ഈ ലൈറ്റ് അറേഞ്ച് ഇതെല്ലാം ഇതാ എന്തോ ആയിരിക്കും. ഒരിക്കലും ഈ വീടാണെന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ വരുന്നതിന് അദ്ദേഹം അലങ്കരിച്ചതാണ്. അതെ അതെ അതെ, നമുക്ക് വേണ്ടി അലങ്കരിച്ചതാണ് ഈ കാണാൻ. എന്തായാലും ഞാൻ ആരെങ്കിലും കൊണ്ട് കാണിക്കാം. എന്റെ ബ്രദേഴ്സിനെ എന്തായാലും ഭാര്യ കൂടെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ ഇപ്പൊ അദ്ദേഹം ദൈവം അനുഗ്രഹിച്ചിട്ട് അതാണ് അദ്ദേഹത്തിന്റെ പ്രയത്നം. മുമ്പേ പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് ഡെഡിക്കേഷൻ എന്നാണ്, മനസ്സിലായി? ഡെഡിക്കേഷൻ, അർപ്പണബോധം. അത് അദ്ദേഹം പറഞ്ഞില്ലേ, ആരെയും ഞാൻ കമ്പയർ ചെയ്യാം, എനിക്ക് എൻ്റെ ഒരു വഴിയുണ്ട്. അത് നല്ല രീതിയിലാണ് പോയത്, അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയി ഈ ലെവലിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളതാണ്. പക്ഷെ ഇത്തരം രീതിയിൽ എത്തിയ പലരെയും നമുക്ക് ചുറ്റും കാണാനുണ്ട്. ഇവരെല്ലാം മനുഷ്യരെ മറക്കുന്നതാണ്. പക്ഷെ ഇവിടെ കണ്ടത് പണ്ടത്തെ കൂട്ടുകാരായ നിങ്ങളെ എല്ലാം കൂടെ അത് വലിയൊരു സംഭവം. എനിക്ക് പിന്നെ ഇതെല്ലാം എടുത്ത് പറയാം. അല്ല, നമ്മൾ ചിന്തിച്ചു നോക്കും, ഇതുപോലുള്ള പലരും ഇതുപോലുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇവരെ നിങ്ങൾ പോയി കണ്ടു നോക്കണം. ആർക്കും സമയമില്ല. സംസാരിക്കുന്നതിന് വളരെ ഇത് ആണ്ട്ര ഇങ്ങനെ നമ്മളോട് ഇത് അത് നന്മയാണ്. പിന്നെ നല്ലൊരു കലാകാരനാണ്. ഇതിന് ഓരോ സ്റ്റെപ്പുകൾ കാണുമ്പോഴും അറിയാം കല, ആ വീടിന്റെ ഇതെല്ലാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല തവറുണ്ട്. താങ്ക് യു. ഞാനും ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രദീപനാണ്. ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ വളരെയധികം ബഹുമാനപൂർവ്വം നമ്മളോട് പെരുമാറും. ചില രാജ്യങ്ങളിൽ ചെന്നാൽ അവരുടെ അമ്മമാരോട്, കുറെ അമ്മമാർ വന്നിട്ടുണ്ട്, അവരോടൊക്കെ വളരെ ബഹുമാനവും സ്നേഹമുള്ള ചില രാജ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് പറയാമോ?
അല്ല, അമ്മമാരോട് ഭയങ്കരമായിട്ടുള്ള ബഹുമാനവും സ്നേഹവും റെസ്പെക്റ്റ് കാണിക്കുന്ന രാജ്യം. അവർ വന്നു കഴിഞ്ഞാൽ ഇരിക്കൂ. ഭയങ്കരമായിട്ട് അവരെ പറഞ്ഞല്ലോ, അമേരിക്ക. എടാ അമേരിക്കാന്ന്, അമേരിക്ക. അമേരിക്കാന്ന്, ഇന്ത്യയിലെ എവിടെ അമേരിക്ക. ഓക്കെ, ഞാൻ 2 ചോദ്യം വെറുതെ ചോദിച്ചു മാത്രമേ. പ്ലീസ് കം ജോയ്. ജോയ്. പാതിരാവായില്ല പൗർണമി കന്നിക്ക് 17-18 പ്രായം. അത്ര ആയിട്ടുള്ളൂട്ടോ. ഇതില് അച്ഛൻ ഒന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഇനി വന്നിട്ട് ഇതില് 3-4 സിനിമ താരങ്ങളുടെ ഒക്കെ പേരിങ്ങനെ വെച്ചിരിക്കുക. ഇതാരാണ്? ഇത് മീര ജാസ്മിൻ അല്ലേ? ഇത് അച്ഛൻ കൈവച്ച്. ഇതാരാണ്? ശോഭന. അച്ഛാ കൈവച്ച്. ഇത് കണ്ടില്ലേ? കാവ്യ. കണ്ടില്ലേ? ചേട്ടെ, ഇത് എന്താണ്? ഹണി റോസ്. അച്ഛാ എല്ലാം നോക്കി. ഇനി അച്ഛൻ ചെയ്യേണ്ടത് കേട്ടോ, എല്ലാം ഒന്ന് ഷഫിൾ ചെയ്ത് അച്ഛന് ഷഫിൾ ചെയ്ത് ഒന്ന് ഷഫിൾ ചെയ്ത് നോക്കാതെ ഷഫിൾ ചെയ്യുക. എന്നിട്ട് അച്ഛൻ ചെയ്യേണ്ടത് നിലവിലല്ലേ നോക്കല്ലേ, ഓപ്പൺ ചെയ്യരുത്. ഇനി അതച്ഛൻ കാണാതെ ഇതിന്റെ ഓരോന്നിലും ഇങ്ങനെ പതുക്കെ കീറാതെ സൂക്ഷിച്ച് വെക്കുക. അപ്പോ ഇത് അച്ഛൻ സെലക്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞു. അച്ഛനും എല്ലാം വെച്ചു കഴിഞ്ഞു. അച്ഛൻ ഇതിനകത്ത് ഒരു വ്യക്തിയെ മനസ്സിൽ കാണുക. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ മനസ്സിൽ കാണുക. അഭിനയമാകാം, പാട്ടാകാം, അവർ ഡാൻസ് ചെയ്യുന്ന രീതിയാകാം, എന്തുവായിക്കോട്ടെ. അച്ഛൻ ഏതാ അത് കണ്ടുകൊണ്ട് അച്ഛൻ ഇതില് ഒരെണ്ണം എടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം എടുത്താട്ടെ. നമുക്കറിയില്ല എവിടെ വെച്ചെന്നുള്ളത്. അച്ഛനൊന്ന് കാണിച്ച് തിരിച്ചു പിടിക്കുക. എനിക്കറിയാം. ഇതും തുറന്ന് കാണിച്ച് ഇതെന്നാണോ നോക്കട്ടെ. മീര ജാസ്മിനാണോ? എനിക്കറിയാം അച്ഛനെ എടുക്കുന്നുണ്ടായിരുന്നു. എടുത്തോ, ഞങ്ങളൊക്കെ എടുത്തോ. ഏതായാലും അച്ഛാ സന്തോഷം. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ? ഓക്കെ, അയ്യോ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളും അറിയാം എന്ന രീതിയിൽ. ഇവിടെ കണ്ടില്ലേ, ഒരു മാജിക് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ പോരെ. ഒരൈറ്റം അല്ല, ഇത്രയും വന്നിട്ട് ഒരൈറ്റം പഠിച്ചില്ലെങ്കിൽ സോറി, ഇതങ്ങ് താഴെ കളഞ്ഞേരെ. നോക്കുക, ഒരു ടിഷ്യൂ എടുക്കുക. സോ സിമ്പിൾ ആണിത്. ടിഷ്യൂ എടുക്കുക, എല്ലാവർക്കും അറിയാം. നോക്കുക, സോ സിമ്പിൾ. ഇതിന് ഇങ്ങനെ കീറുക. ഇങ്ങനെ കീറാൻ പറ്റത്തില്ല അന്ന് പറഞ്ഞില്ലേ. ഇത് എപ്പോഴും പേപ്പർ ഒരു പ്രത്യേക ആംഗിളാണ് കീറുന്നത്. ഈ സൈഡിൽ കീറി കഴിഞ്ഞാൽ രണ്ടായിട്ട് കീറുക, വീണ്ടും കീറുക. ഇനി അതിനുശേഷം Come on.
അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ഇത് മാജിക് പഠിക്കണമെന്ന് തോന്നുന്നില്ലേ? നോക്കി, കണ്ടില്ലേ? നോക്കി, നോക്കി. ഏതാ ഏതാ ഏതാ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ ഒരു കാര്യം തീർച്ചയാണ്, നമ്മള് money is precious. നമ്മൾ if you want to go to school for education, we need money. If you go to market for shopping, we need money. That means money, money, money. Everywhere money. നോക്കി നോക്കി നോക്കി, കണ്ടില്ലേ? നോക്കി, ഇങ്ങനെ 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 വരുന്ന മനസ്സിലായേ? നോക്കി, എന്തിനാ ഇത് 500 ഉള്ളപ്പോ എന്തിന്? നോക്കി, ഞങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങൾ പഠിപ്പിച്ചില്ലേ? ഏതാ? കൊള്ളാം ഇല്ലേ? അയ്യോ, ഈ അധികം വണ്ണമില്ലാത്തൊരു മുട്ടിന് വിഷമം ഇല്ലാത്ത 2-3 ഇതൊന്നും പെറുക്കി തന്നാൽ കൊള്ളാവും. നിങ്ങൾ കാണാതെ പല അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഈ സ്ലേറ്റ് ഓഫ് ഹാൻഡ്സ് എന്ന് പറയും ഇംഗ്ലീഷില്, അതായത് കൈയടക്കം, പലത് അതിനൊരു ഉദാഹരണം ഞാൻ കാണിക്കാം. നോക്കുക, എന്റെ കൈ ഇങ്ങനെ വെക്കുന്നു, നോക്കൊന്നുമില്ല, ശൂന്യമാണ്. ഓം ക്രീം. എന്താ ചേട്ടാ ഇങ്ങനെ ഞെട്ടുന്നത്? ഈ പറഞ്ഞ ഇത് എവിടുന്ന് വരുന്നു? പലരും പറയും നോക്കിക്കോണം സാമ്രാട്ട് ഈ കോട്ട് അല്ലെ കയ്യിൽ അല്ലെന്നിട്ട് സാധാരണ ഉടുപ്പിട്ടുണ്ട്, ഇതുപോലെ ഉടുപ്പ് നിക്കറിട്ടുണ്ട് വന്ന് കൂടെ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോ ഇത് എവിടെ നിന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് നോക്കിക്കോണം, കൈ ഇങ്ങനെ ഇറങ്ങി പോകുന്നു, കൈ ഇങ്ങനെ, അതിനെ കറുത്ത കോട്ടിടുന്നൊരു ഇതാ. എന്തോ ഇതിനൊന്നും കമന്റ് ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ഞങ്ങൾ പറയുന്നില്ല. നോക്കുക, ഇത് സിൽക്ക്. നോക്കിയേ, ഈ റിബണ് ഇങ്ങനെ വെച്ചു എന്നിട്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞു, കാണാനില്ല, പോയി. ഇതെവിടെ പോയി? ചുമ്മാ പറയാ. എനിക്കറിയാം എവിടെ പോയെന്നുള്ളത്. ഇതിൽ നിങ്ങളിൽ ആരോ ഒരാളുടെ കയ്യിൽ ഇത് വന്നിട്ടുണ്ട്. നിങ്ങളറിയാൻ നിങ്ങളുടെ കയ്യിൽ ഇത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാം ആരാന്നുള്ളത്. എന്റെ പുറകിൽ ഇങ്ങനെ വന്ന് പമ്മി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൈ. സാറേ, ഫുൾ നെയിം എന്താണ്? സണ്ണി ജോസഫ്. നല്ല പേര്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റൈൽ ഉണ്ടല്ലോ. ഫോട്ടോ എടുക്കൂ, ഫോട്ടോ കണ്ടോ? ഫോട്ടോ എടുത്തല്ലോ. ക്ലോസ് അല്ലേ? ഏതാ ആണോ? ആണോ? റെഡി. നമുക്ക് ചിന്തിക്കാം. സർ കയ്യെ നിർത്തി. ജോസഫ് കയ്യെ നിർത്തുക. ഏതാ? നെല്ല ഇല്ലെന്ന് കൈ വെച്ച് നോക്കുക. ഇല്ല കേട്ടോ, ഇല്ല, ഉണ്ട്. ആണ് വരുന്നു. കൊച്ചു കള്ള. നോക്കി, അയ്യോ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെ പറയാൻ പാടില്ല. ഫോട്ടോ എടുക്കൂ, ഫോട്ടോ ഫോട്ടോ എനിക്ക് തരണം. ഇത് നല്ല ക്ലോസ് ആയിട്ടൊരു ഫോട്ടോ. ഓക്കെ സർ, ഇവിടെ തന്നെ ഉണ്ട്. കറക്റ്റാ. നോക്കി, എത്രമാത്രം ശ്രദ്ധയോട് നോക്കുന്നുള്ള. ഇങ്ങനെ വെച്ച് നോക്കിയമായി. അപ്രത്യക്ഷമായി. എവിടെ എവിടെ
ഇല്ല ഏതാ പ്രദീപ്? പട്ടാളം അല്ല, അവിടെ അല്ല. എനിക്കറിയാം, ഇത് ഇവിടെ തന്നെ ഉണ്ട്. നോക്ക്, ആയി 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 നോക്കി നോക്കി, കണ്ടില്ലേ? റൈറ്റ് 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 റൈറ്റ്. നോക്കി, റിയൽ മാജിക്. Thank you, thank you, thank you. Last and final. നോക്കുക, കൊച്ചുകുട്ടികളുടെ ഐറ്റം. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ കാണണ്ടെന്നല്ല, മാജിക് കാണുമ്പോ എല്ലാരും കൊച്ചുകുട്ടികളെ പോലെ ആകുന്നുള്ള തെളിവാണിത്. ഈ 65 വയസ്സുള്ള പാർട്ടികളൊക്കെ ഇരുന്നിട്ട് 67 വയസ്സോ 68 വയസ്സോ എത്ര ആശോ? കൊച്ചു പിള്ളേരെ പോലെ 5 വയസ്സുള്ള പിള്ളേരെ നോക്കി, ഞാൻ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു ഐറ്റമാണിത്. നോക്കി, അത് കണ്ട് ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഈ നിക്കറൊക്കെ കൊണ്ടിരുന്ന പാർട്ടിയില്ല, ഇങ്ങനെ നോക്കി. ഇത് നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നോക്കി. ഓക്കെ, ഇങ്ങനൊരു അവസരം ഒരുക്കിയ എല്ലാ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛനെയും ഗോപുനെയും, നിങ്ങളെല്ലാം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കൺസ്ട്രക്ഷൻ നോക്കൂ നിങ്ങൾ. ഈ ബിൽഡിംഗ്, അതിൽ ഓരോ ചെടികളും ഓരോ ഒരു ആംഗിളിലും ഇതെല്ലാം ഗോപു തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണിത്, അല്ലേ ഗോപു? ഗോപു തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇതുപോലെ ഇങ്ങനൊരു കൺസെപ്റ്റ് നമ്മുടെ തലയിൽ വന്നിട്ടില്ല, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഈ ചെടികൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെടികളും, അപ്പൊ അത് ഒരു ക്രിയേറ്റിവിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടത്. പക്ഷെ നമ്മള് ഈ പുല്ല്, അതെ, ഇത് കൊറിയൻ ഗ്രാസിലാണോ? അതെ, യെസ്. രണ്ട് കാര്യങ്ങളുണ്ട്, ചെറിയ രണ്ട് കാര്യങ്ങളുണ്ട്. അതേപറ്റി പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തൊഴിലായിക്കോട്ടെ, ഇപ്പൊ നമ്മളൊരു വക്കീലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എന്താ നമ്മുടെ ജോലി ചെയ്യണം, അതിൽ നമ്മൾ ഫുൾ ഇൻവോൾവ് ആവണം. അതാണ് നമുക്ക് വേണ്ടത്. ഏത് ബിസിനസ്മാൻ ആയാലും. ഇപ്പൊ എന്റെ ബിസിനസ്സിൽ ഇപ്പൊ ജോയിക്കറിയാം, ജോയി പറഞ്ഞ കറക്റ്റാണ്. ഞാൻ 100% ആ ബിസിനസ്സിൽ ഫുൾ ഇൻവോൾവ് ആണ്. പിന്നെ മാത്രമല്ല, എൻ്റെ ചെറിയൊരു അംബിഷൻ ഉണ്ടായിരുന്നു. ഇത് ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്ന കാലത്ത് നല്ലൊരു ബിസിനസ്മാൻ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഡിപ്ലോമ എടുത്തു. അതിനുശേഷം ഈ ഇലക്ട്രോണിക്സിൽ വന്നിട്ട് എനിക്കുണ്ടായിരുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ഞാൻ നോക്കില്ല, ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ നോക്കില്ല. മറ്റുള്ളവരെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ പലതും ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ആ കോമ്പറ്റീഷൻ്റെ പിന്നാലെ പോവില്ല. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ആരെയും ഒരു എന്താ പറയുക വളർച്ചയിൽ നമ്മൾ അസൂയപ്പെടാൻ പാടില്ല. നമ്മളെല്ലാവരും കണ്ട വളരെ സന്തോഷത്തോടും പ്ലീസ് ചെയ്ത്, എത്ര ചെറിയവനായാലും എത്ര വലിയവനായാലും വളരെ പ്ലീസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരാൻ അവസരം ഉണ്ടാവും. സർവീസിൽ നമുക്ക് അതിനുള്ള അവസരം തരും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇത്. മാത്രല്ല, നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ലാതെ കരുതിയിട്ടാവും. ഇപ്പൊ നമുക്ക് ഇത് ഗോപു ചെറുപ്പം മുതലേ തുടങ്ങിയത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ ലാസ്റ്റ് മൊമെന്റിൽ പോലും കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പൊ കാണിച്ചിട്ടുള്ള മാജിക്കുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് എത്ര പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഒത്തിരി കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ നാളെ വേറൊരു മാജിക് ആവും പഠിക്കുക. ആ മാജിക് ലോകത്തിന് അറിയില്ല ചിലപ്പോ. അത് സാമ്രാജ്യത്തിന് മാത്രം അറിയുന്ന മാജിക് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രായമായി എന്ന് കരുതരുത്. കിടക്ക വെച്ച് വെട്ടിയാലും മുളച്ചു വരുന്ന ചെടിയായിട്ടിരിക്കണം. കാരണം അതിന് വേരുകളുണ്ട്.
അതിനേക്കാൾ പേര് മനുഷ്യനുണ്ട്. ലാസ്റ്റ് നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഈ ലോകത്തിൽ വലിയ വലിയ മനുഷ്യര് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രായമായ കാലഘട്ടങ്ങളിലാണ്. അവർ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു പഞ്ചവാദ്യം, നമ്മളെ പഞ്ചവാദ്യം ഭാവനാകരത്തില് അടിക്കാൻ പോവാണ്. പ്ലീസ് ഒരു പഞ്ചവാദ്യം ഇട്ട. ചെണ്ടപിടി ഉണ്ട്, കോലുണ്ട്, നമ്മൾ അടിക്കും. അടിക്കട ഇടറ അല്ല പോരും പോരും അടി. അവടും അവൻ പഞ്ചവാദ്യം ഇടും. എടാ ഇടറ, ഞങ്ങളിവിടെ കൊട്ടും. തിരുവോസ്തിയായിലണയും സ്നേഹം ദൈവസ്നേഹം അവിലല്ലേ നാദൻ സ്നേഹത്തിൻ കൂദാശയേകി നോവിച്ച നാവിലല്ലേ നാദൻ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി നെടുവീർപ്പിൻ മൂളലോടെ ഇടനെങ്ങിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലമഞ്ചൽ തോളിലേക്ക് പോകില്ലേ ഓ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി കുമ്പിൽ മണ്ണ് കൊണ്ടു വീട് വയ്ക്കാൻ ഒരു തുമ്പപ്പൂവ് കൊണ്ടു വീരുന്നോരുക്കാൻ ഒരു കുമ്പിൽ മണ്ണ് കൊണ്ടു വീട് വയ്ക്കാൻ ഒരു കുമ്പൽ പൂവ് കൊണ്ടു വീരുന്നോരുക്കാൻ ഒരു നല്ല മകനിയാ മണ്ണിൽ വീഴ്ത്താൻ ഒരു കാറ്റിൽ മന്ദരാത്രി എന്നെ മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടും വൃന്ദാവനമാക്കൂ ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു
तू, दोनों मिले इस तरह, और जो तन मन में हो रहा है ये तो होना ही था। एक मैं और एक तू, दोनों मिले इस तरह, एक मैं और एक तू, दोनों मिले इस तरह, और जो तन मन में हो रहा है ये तो होना ही था। मुझे प्यार का जवाब प्यार से, धड़कने हुई जवाब, वक्त भी है मेहरबान, फिर ये कैसी दूरियां, बोलो 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 बोलो। एक मैं और एक तू, दोनों मिले इस तरह, एक मैं और एक तू, दोनों मिले इस तरह, और जो तन मन में हो रहा है ये तो होना ही था। ഗണജാലം നയനദളിന വികലിതനാളം രാധിക കൃഷ്ണ രാധിക. ഞാനില്ല മേൽപോട്ട്, ഞാനില്ല മേൽപോട്ട്, കല്യാണ ചെക്കനുണ്ട്, കല്യാണ ചെക്കനുണ്ട്. എല്ലാരും ചൊല്ലട്, എല്ലാരും ചൊല്ലട്, കല്ലാണ് നെഞ്ചിലെന്ന്. दिल के चेहनाए मेरे दिल को दुआ कीजिए. മഞ്ജുതരയുടെ മലയിൽ കയറണ്ടേ, അവിടുന്ന് മലയിൽ മലയിൽ കയറണ്ടേ, നടക്കണേ മലയിൽ ലാവണ്യമതികൾ നാളത്തിനൊളിക്കും. ഒരാൾ
നന്ദിലത്ത് വില്ലയിലെ ഞങ്ങളുടെ സഹപാഠി ഗോപുവിൻ്റെ കൂടെയാണ് കുടുംബസമേതം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. തണുത്തിറഞ്ഞ മഞ്ഞുമാമലകളിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഇന്നലെ രാത്രിയും ഇന്നുമായി ഇവിടെ സ്നേഹ സൗഹൃദ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തംസ് കൊടുത്തേ. മാമലകപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, ഒരു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, ഒരു മലയാളമെന്നൊരു നാടുണ്ട്. അവിടെ കൂടി വന്നിട്ട് എക്സ്പീരിയൻസ് അത് നമ്മൾ ആഗ്രഹിച്ചാലേ എത്രമാത്രം നമ്മളൊന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരവും ദൈവത്തിന്റെ കന്മയിലെത്തുകയും നമുക്കിവിടെ റേഞ്ച് ഇല്ല എന്ന് പറയുന്നത് പോലെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ റേഞ്ചിലേക്ക് വരികയാണ്. ഇപ്പൊ വൈഫൈ നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കൊന്നും മനസ്സിലായില്ല. വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കില്ലാതെ വേറെ അത് എന്താ പറയുന്നത് നമുക്ക് ടെക്നിക്കലായി വൈഫുണ്ട്, വൈഫൈ ഉണ്ട്. ഈ വൈഫൈ എന്ന് പറയുന്നത് നമുക്കൊക്കെ മനസ്സിലായില്ല. നമ്മുടെ ജീവിതം കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതം കടന്ന് ദൈവമക്കളെത്താനായി വർഷങ്ങൾ കുറേ മുന്നിൽ ചിന്തിച്ചു. ഇനിയുള്ള ജീവിതങ്ങൾ പരിപൂർണമായ ദൈവ ഐക്യ സ്നേഹ അനുഭവങ്ങളിലൂടെ കർത്താവെ കൃപ തരണമേ. നമുക്ക് എന്തോരം വലിയ ഭാഗ്യമാണ്. നീ വിളിച്ചാൽ ഞാൻ നിന്റെ അടുത്ത് വരും, നീ ചോദിച്ചാൽ നിനക്ക് ഞാൻ തരും, നീ കരഞ്ഞാൽ എന്റെ പാപങ്ങൾ നോക്കും, നീ മരിച്ചാൽ എൻ്റെ അടുക്കൽ. ഇത്രമാത്രം ജീവിതത്തിന്റെ ഭാഗ്യം കിട്ടിയവരാണ് നമുക്ക്. ഈ ലോകത്തിൽ നമ്മളെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മരണത്തോടുകൂടെ അതൊക്കെ മരിച്ചു. പിന്നെ ആരും ആ കാര്യങ്ങൾ പറയില്ല. അവിടെ പറഞ്ഞത്
നമുക്ക് വേണ്ടി അവൻ നമ്മുടെ മേൽ ഏൽക്കപ്പെടേണ്ട എല്ലാ ശിക്ഷകളും അവിടുന്ന് ഏറ്റെടുത്തു. നമുക്ക് അവന് വ്യക്തിപരമായി ബന്ധമില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും. മനുഷ്യനെ മനുഷ്യരോട് കുറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ പിടിച്ചു പിടിച്ച് ജീവിക്കും. പക്ഷെ അവൻ ചിലപ്പോ ഈ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ ചെയ്തതുപോലെ നമുക്ക് പണി തരും. അതോടുകൂടെ നമ്മുടെ കംപ്ലീറ്റ് മനസ്സിന്റെ കാര്യങ്ങൾ മനുഷ്യർക്ക് ഒരിക്കലും നമ്മുടെ ദൈവത്തിൽ അർപ്പിക്കേണ്ട വിശ്വാസം ഒരിക്കലും ഒരു മനുഷ്യരിൽ അർപ്പിക്കാൻ പാടില്ല. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു അവരുടെ ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് വേലി കെട്ടി മുന്തിരി ചക്ക് സ്ഥാപിച്ചു. ഒരു ഗോപുരവും പണിതു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരിപ്പലകളിൽ നിന്ന് തന്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് വൃത്യന്മാരെ അയച്ചു. എന്നാൽ അവർ അവരെ പിടിച്ച് അടിക്കുകയും വെറുക്കയോടെ പറഞ്ഞേക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു വൃത്യനെ അവർ അവരെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. അവൻ വീണ്ടും ഒരുവനെ അയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. അത് കെട്ടുപണ്ട് ഞാൻ തലത്തിൽ എന്റെ ഉള്ളിലെ കറണ്ട് ഉണ്ടെന്നുള്ള അർത്ഥം കണ്ടാ. കറണ്ട് ഇത് കറണ്ട് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഇനി അടുത്തത് ഒരു നേരത്തെ ആൾ കാണുന്നില്ലേ, നമ്മുടെ ഹണി റോസിന് ഇതിലാണ്. ഇത് പാമ്പ് അല്ലെ, ഇത് ആന, ഇത് പുലി, ഇത് ചീറ്റ കണ്ടല്ല. ആ ഇതെന്താ സാധനം? പോണ്ട. ഇതെന്താണ്? ഹിപ്പോ അല്ലെ, റൈനോ. മറ്റേ എന്താ? ഡീർ. ഇതെല്ലാം ഞാൻ ഒരു സുഹൃത്തിനെ കൊടുക്കാൻ പോവാണ്. നോക്കട്ടെ. യെസ്, മിക്സ് ചെയ്യും. അല്ല, നീ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടോടെ വെച്ചു, ബാക്കിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചു. അപ്പൊ ഇത് നോക്കരുത്, ഞാൻ കാണിച്ചു. ഇനിയിപ്പോ എനിക്ക് ബാക്കിയുള്ളതൊക്കെ നിന്റെ കയ്യിലാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ നിന്നെ തൊട്ടാൽ ഇത് ഏതാണെന്ന് ഞാൻ അറിയാൻ പറ്റും. ഇത് പാണ്ഡ്യ. ഇനി ജോൺസൺ. ചിലവരെ പറ്റുള്ളൂ, എനിക്ക് ഇവനെ പറ്റും. അവരെ സെലക്ട് ചെയ്തിട്ട് ഒരു നോക്കിക്കോ. പക്ഷെ എനിക്ക് നിന്നെ തൊട്ടാൽ ചിലപ്പോ അറിയാൻ പറ്റും, ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അത് നമുക്ക് പറയാം. വാ ടൈഗർ. ഇവരായിട്ട്
ഇനിയിപ്പോ ആണുങ്ങൾ മാത്രമേ എടുത്തോ ഞാൻ പറഞ്ഞില്ലേ എടുത്ത് പിടിച്ചോ നോക്കിക്കോ നോക്കിക്കോ. പക്ഷെ ഞാനിന്ന് മനസ്സിൽ നിന്ന് പിടിച്ചു. അച്ഛന് ഒരെണ്ണം വെച്ചാൽ കുറെ അധികമുണ്ട്. എന്നെ കളികോസ് കാണുന്നത് നിങ്ങൾ കളിയാക്കില്ലേ? 1 2 3. ഓ മാൻപേട മനസ്സിലായിട്ടില്ല. എടുത്തോ നോക്കൂ നോക്കൂ നോക്കൂ. ഇതിൽ തരികടൊക്കെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് അങ്ങനെ വരുള്ളൂ. എന്നെ കാണിക്കില്ല, അച്ഛൻ കാണിക്കില്ല. എന്നെ കാണിക്കില്ല. ഇതാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം. പുലിയാണോ മോനെ? ആള് തെരഞ്ഞെടുത്ത് ഇതില് പലതുണ്ട്. വളരെ സെലക്ട് ചെയ്ത് വെക്കാം. ബാക്കി നീ കഴിയില്ല. നീ നോക്കിക്കോ. ഏതാ വേണ്ടെങ്കിൽ എടുത്തോ. നിനക്ക് ഏതാ വേണ്ടെങ്കിൽ എടുത്തോ. നോക്കിക്കോ. അത് വെവ്വേറെ നോക്കി. ഓക്കെ നോക്ക്, നീ ഓക്കെ നോക്ക്. ഒരു പുലിയുടെ മടയില് മാൻപടിയായി പോയി. നമസ്കാരം. ഞങ്ങളിപ്പോ വാഗമണ്ണിലാണ്. ഗോപുവിന്റെ നന്ദിലത്ത് വില്ലയിലെ മദരാശി കുട്ടിക്കൂട്ടം വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതിസുന്ദരമായ പ്രകൃതിയിലെ ഗോപു നന്ദിലത്തിന്റെ വില്ലയിലാണ് ഞങ്ങൾ 2 ദിവസമായിട്ട് താമസം. കണ്ട ഇവരൊക്കെ പ്രാഞ്ചി, ഗോപു, ഇത് ജോസുട്ടി, ഈ കാണുന്നവരൊക്കെ കുടുംബസമേതാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന് ചിരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടാ. ഞങ്ങളെല്ലാവരും കുടുംബസമേതം 1978 ബാച്ചിലെ അരുണാട്ടുകര തരകൻസിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഞങ്ങളുടെ കൂട്ടായ്മ വീണ്ടും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ പ്രകൃതിനെ ഒന്ന് കണ്ടോട്ടാ. അതിസുന്ദരമായ വാഗമണ്ണിലെ പ്രകൃതിയിലെ ഇവിടുത്തെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഈ കാണുന്നവരൊക്കെ. അതിമനോഹരമായ ഒരു വില്ലയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ വില്ല ഒന്ന് കാണിച്ചു തരാം. ഇത് ഗോപു നന്ദലത്ത് തന്റെ സഹപാഠികൾക്കായി പണിതീർത്തതാണ് എന്നാണ്. ഓക്കെ, ഗോപു 2 വാക്ക് പറയുന്നു. ഗോപു പ്ലീസ്. എന്തായാലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ വെച്ച് നടത്താൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാവർക്കും, ഞങ്ങളുടെ എന്താ പറയാ, ഇന്ന് വന്ന എല്ലാ ഫാമിലിക്കും പ്രത്യേക എന്റെ നന്ദി രേഖപ്പെടുത്തും. യെസ്, ഞങ്ങളുടെ കുട്ടി ജോസ് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഞങ്ങളുടെ ബാച്ചിലെ കുട്ടി ജോസ്. ഞങ്ങൾ ഇതിന് വന്നതിനും പങ്കെടുത്തതിനും സന്തോഷം. ഗോപുവിന് പ്രത്യേകിച്ച് നന്ദി. കാരണം ഇത് ഇങ്ങനെ 2ാമത്തെ തവണയാണ് ഞങ്ങൾക്ക് വേണ്ടി ഗോപു ഈ ഒരു പരിപാടി ഒരുക്കി. ഗോപു നന്ദിലത്തും നമ്മുടെ ഡേവ് ശർമ്മലച്ചനും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും വളരെ സജീവമായിട്ട് ഒറ്റക്കെട്ടായിട്ട് വരുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷം. ഞങ്ങൾക്കും കൂടി ഫാമിലി മൊത്തമായിട്ട് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് എന്താ പറയാനല്ലേ, പറഞ്ഞോളൂ. വലിയ സന്തോഷം ഞങ്ങൾക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ. 2ാമത്തെ തവണയാണ്. ഇനിയും
അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. പ്രായമായവരായിരിക്കാം, അവരെ ഒരുമിച്ച് കൂട്ടുക. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂടി നിങ്ങളുടെ സ്നേഹത്തെ പ്രകടമാക്കൂ. സോ വി വിഷ് യു എ ഗുഡ് ടൈം. ഇതാണ് വാഗമണിന്റെ ഗോപു ജി മാർട്ടിന്റെ വാഗമണിലെ വില്ല. എന്തുട്ടിന് സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കൂട്ടായ്മയുടെയും മധുരാശി കുട്ടിക്കൂട്ടം ഇവിടെ വാഗമണ്ണിൽ ആഘോഷിക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികളോടുകൂടെ ഒരു ദിവസം ഒത്തുചേരൂ. സ്നേഹം പൂത്തുവിരിയട്ടെ. ഈ ഗോപു നന്ദിരത്തിന്റെ ഈ വില്ലയില് ഞങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നു. കളികൾ, ചീട്ടുകളികൾ, കബഡി കളികൾ, സുന്ദരമായ ഭക്ഷണങ്ങൾ, അന്തരീക്ഷം എല്ലാം നിറഞ്ഞ വഴിയിൽ കൂടെ ഞങ്ങൾ നടക്കുകയാണ്. ജോൺസൺ, അതാണ് കാര്യം. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കൂട്ടമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നു കേട്ടോ. ഓക്കെ, എന്നിട്ട് സ്ഥലം പറഞ്ഞിട്ട് ഷൂട്ടിന് നേരെ പറ്റിപ്പിക്ക് പോയി ജയിച്ചു കൊടുത്താൽ
ഏതാ ചൈനീസ് പാർസലാണോ? പിടിക്കില്ല. കിട്ടില്ല. അത് മാങ്ങോന്നൊക്കെ കൊടുത്തോളൂ. അത് ഞങ്ങൾ കുറച്ച് അടി കുറച്ച് സ്ട്രോണ്ട് അത് കുടിക്കാൻ ഇതാണ് ടേസ്റ്റ്. ഇനിയും ഭക്ഷണം കഴിക്കാൻ ഇനി പോകുന്നത് ജോസ് ചേട്ടൻ ചക്ക 6 ചക്ക 6 നാളികേരം ഓരോ നാളികേരം എടുക്കാം. എല്ലാവരും വളരെ സതുദ്ദേശത്തോട് എനിക്ക് നല്ല ഗ്രൗണ്ട് സപ്പോർട്ടിങ് അവർക്ക് കാരണമാണ്. അവർ പല കാര്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് നിസ്വാർത്ഥതയോട് കൂടിയിട്ട് എന്നെ അറിയാം. എനിക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട് മറ്റുള്ളവരെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും 3 പാർട്ടിക്കാരും അതിനുള്ള നല്ലൊരു ആൾക്കാരെ എനിക്കിട്ട്. അപ്പം ഞാൻ അവിടുത്തെ ആൾക്കാരെ കൊണ്ട് നടക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ പേര് പറഞ്ഞാൽ മതി അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാ അച്ഛനോട് കൊട എന്റെ കയ്യിലുണ്ട്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും അധികം വൈകണ്ടോ പോയി കിടന്നോട്ടെ.
കൊണ്ടുതരാമോ മാണിക്യ കണ്ണുകൾ കണ്ണയിൽ ആരുടെ മാണിക്യ കല്ല് തരാമോ കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും പൂമ്പിങ്കളാകുന്നു ഭാര്യ പുഷ്പങ്ങളാകുന്നു ഭാര്യ പൂമുഖവാദികൾ സ്നേഹം വിളമ്പുന്ന പൂതിങ്കളാകുന്നു ഭാര്യാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മായ മഹോത്സവത്തിൽ തേരോട്ടം കണ്ണാടി പോലെ നിന്നും കാഞ്ചിപുരം സാരി ചുറ്റി കണ്ണാടി പോലെ നിന്നും കാഞ്ചിപുരം സാരി ചുറ്റി മനസ്സിൽ കവിതയും മണിമാല ചാത്തി കണ്ണപ്പോൾ നടന്നു വരും അഭിരാമി നിന്റെ ആരാമമൊന്നു കാണാൻ മോഹമായി എനിക്ക് മോഹമായി തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലൊരമ്പലത്തിൽ തേരോട്ടം മായമഹോത്സവത്തിൽ തേരോട്ടം കണ്ണിനാൽ കല്ലെറിയും കാമസേന നിന്നഴകിൽ കല്ലിനാൽ കല്ലെറിയും കാമസേന നിന്നഴകിൽ കാണാത്ത കഥകളിതൻ മുദ്രകളാൻ കണ്ണുവലോ കണ്ണേ കല്ലെറിയും കാമസേന നിന്നഴകിൽ കാണാത്ത കഥകളിതൻ മുദ്രകളാൻ കണ്ടുവല്ലോ കരളത്തിൽ പമ്പമേളം നിന്നെ കല്യാണ പന്തലിൽ തകിലുമേളം തകിലുമേളം തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൽ തേരോട്ടം ടി തത്തമ്മേ ബലി തത്തമ്മേ തുല്ലാതടി തുല്ലാതടി തുല്ലവാടി തുഞ്ചാതടി തുല്ലാതടി തുമ്പുരാട്ടി
പുതുമണവാളൻ പിതാവിനൊരു നിവരും ഓർ വിളിക്കുമ്പം പറന്നു വരും ഇക്കാന്റെ കരളെ ഉമാന്റെ പൊരുളെ മുത്താട് നീ നമുക്ക് മുത്താട് നീ നമുക്ക് വല്ലാപ്പു വേണ്ട 5000 കൊടുക്കാം വല്ലാപ്പു വേണ്ട 5000 കൊടുക്കാം അവനെ കൊണ്ടണം അവൻ മകനായി തന്നാൽ പൊടി പൊടിക്കാം പൊടി പൊടിക്കാം പവാട വേണം നേരാട വേണം പഞ്ചാര പനകിരിക്കേ ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ ഇതാണ് നീ നമുക്ക് ഇതാണ് നീ നമുക്ക് ചെന്നൽ വന്ന് വെഞ്ചാമരം വീശിത്തരുന്നു പമ്പയിലെ പൊന്നോളങ്ങൾ മാടി മാടി വിളിക്കുന്നു ചെന്നൽ വന്ന് വെഞ്ചാമരം വീശിത്തരുന്നു കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാടൻ വേണം കൂട വേണം കുടവ വേണം കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാടൻ വേണം കൂട വേണം കുടവ വേണം ഓ